എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ. നിങ്ങളുടെ പരീക്ഷകൾ അവസാനിച്ചിട്ടില്ല. നമുക്കറിയാം NIOS 2026 ഏപ്രിൽ ബാച്ചിലെ വിദ്യാർത്ഥികളുടെ, അത് 10ാം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു വിദ്യാർത്ഥികളായിക്കോട്ടെ, നിങ്ങളുടെ മുഴുവൻ പരീക്ഷകളും അവസാനിക്കുന്ന എന്നാണ്? 2026 മെയ് 6-ാം തീയതി ബുധനാഴ്ചയാണല്ലേ. എങ്കിലും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുടെ ഒക്കെ പരീക്ഷകൾ അവസാനിച്ചിട്ടുണ്ടാവാം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നാണ് ഇനി ഈ ഒരു പരീക്ഷയുടെ ഒക്കെ റിസൾട്ട് NIOS പബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്ക്, അതായത് NIOSന്റെ തന്നെ 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള 10ാം ക്ലാസ് പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സുകൾ ഇപ്പൊ 2026 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾക്ക് ട്യൂഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം NIOS 2026 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. നിങ്ങൾ 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളാവാം. പ്ലസ് ടുവിൽ നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ സയൻസോ ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകൾ എടുത്ത് ഈ ഒരു ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളാവും അല്ലെ. സ്വാഭാവികമായിട്ടും ചില വിഷയങ്ങളുടെ പരീക്ഷകൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. എന്നാൽ ചില വിഷയങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ് ഹിസ്റ്ററി. എന്നാൽ പരീക്ഷയും അതിനനുസരിച്ച് തന്നെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം നമ്മളും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു ഹിസ്റ്ററിയുടെ എക്സാം എന്നൊക്കെ പറയുന്നത്. എന്തായാലും മാറിക്കോട്ടെ, ആ ഒരു കാര്യമൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാം. പരീക്ഷ എളുപ്പമാവാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവാം, അതൊക്കെ നമുക്ക് ഇനി റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാം. എന്തെങ്കിലുമൊക്കെ പേപ്പറിൽ ഒന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവാനായിട്ടൊന്നുമില്ല. NIOSൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് പാസ്സാകാനുള്ള മാർക്കൊക്കെ NIOSന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ആ ഒരു കാര്യം ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ ഒന്നും അടിച്ചിരിക്കേണ്ട. വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നിൽക്കുക. ഇനി നമ്മുടെ NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം സാധാരണ രീതിയിൽ NIOS ഏപ്രിൽ ആയിക്കോട്ടെ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളായിക്കോട്ടെ, നിങ്ങളുടെയൊക്കെ റിസൾട്ട് ലാസ്റ്റ് ഏത് എക്സാം ആണോ നടന്നത് ആ ഒരു ഡേറ്റ് കണക്കാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ 7 ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം NIOS 2026 ഏപ്രിൽ മാസത്തിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ, എല്ലാ പരീക്ഷകളും എന്ന് അവസാനിക്കുന്നത് 2026 മെയ് 6 ബുധനാഴ്ചയാണ് അല്ലെ. അപ്പൊ ആ ഒരു ഡേറ്റ് കണക്കാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അവസാനിക്കുന്നത്, പരീക്ഷകളെല്ലാം അവസാനിക്കുന്നത് എന്നാണ്? 2026 മെയ് 6 ബുധനാഴ്ച. അന്ന് മുതൽ ഒരു 6 ആഴ്ച അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 ആഴ്ച കണക്കാക്കിയിട്ടാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 6 ആഴ്ച അല്ലെങ്കിൽ 7 ആഴ്ച എന്ന് പറയുമ്പോഴത്തേന് ഏകദേശം നമുക്ക് എന്നത്തേക്ക് ഡേറ്റ് പ്രഖ്യാപിക്കാം? ജൂൺ മാസത്തിൽ, ജൂൺ 1st അല്ലെങ്കിൽ 2nd വീക്കോട് കൂടി നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ ഒരു സംശയം ചോദിക്കും, ഇങ്ങനെയാണ് മിസ്, ഞങ്ങൾക്കും കണക്കാക്കി പറയാനായിട്ട് പറ്റും. 6 അല്ലെങ്കിൽ 7 ആഴ്ച എന്ന് പറയുമ്പോൾ കണക്ക് വെച്ച് നോക്കുമ്പോൾ ജൂൺ 1st വീക്ക് അല്ലെങ്കിൽ 2nd വീക്ക് എന്നറിയോ, ഡേറ്റ് എന്നാണെന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സാധാരണ മറ്റു ബോർഡുകൾ ഉണ്ടല്ലോ, ഇപ്പൊ സ്റ്റേറ്റ് ബോർഡ്, CBSE ബോർഡ്, ഇങ്ങനെയുള്ള മറ്റു ബോർഡുകളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെയൊക്കെ പരീക്ഷകൾ 10ാം ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ റിസൾട്ടുകൾ നമുക്കറിയാം വാർത്തകളിലൊക്കെ അല്ലെ, ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കും. ഇന്ന ഡേറ്റിൽ ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രഖ്യാപനം, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് പ്രഖ്യാപനം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ന്യൂസിലൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ NIOSനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഡേറ്റ് ഡിക്ലറേഷൻ ഒന്നും ഇല്ല കേട്ടോ. അതായത് എന്നാണ് ഡേറ്റ് എന്നുള്ളത് ഫിക്സ് ആയിട്ടുള്ള രീതി പറയത്തില്ല. ഒരു ഡേറ്റിൽ അവരായിട്ട് തന്നെ ഒരു റിസൾട്ട് അങ്ങ് പബ്ലിഷ് ചെയ്തോളൂ. പക്ഷെ അതിന്റെ കണക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഏറ്റവും അവസാനത്തെ പരീക്ഷകൾ എന്നാണോ അവസാനിച്ചത്, അപ്പൊ ആ ഒരു നോക്കിയിട്ട് 6 അല്ലെങ്കിൽ 7 ആഴ്ച എന്നുള്ള രീതി. അപ്പൊ ജൂൺ 1st അല്ലെങ്കിൽ 2nd വീക്കിൽ റിസൾട്ട് വരും. അപ്പോൾ ജൂൺ 15-ന് മുൻപായിട്ട് നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും.
സോ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനലിലൂടെ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. NIS ബോർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കത്തില്ല. അത് നിങ്ങൾ NIS റീജിയണൽ സെന്ററിൽ എവിടെ വേണമെങ്കിലും ചോദിച്ചാലും അവർക്കും അങ്ങനെ ഒരു ഡേറ്റ് അവര് ഇന്ന ഡേറ്റിൽ വരും എന്ന് ആരോടും പറയാറില്ല. ഓക്കെ, അപ്പൊ എന്തായാലും റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങളിലേക്ക് ആ ഒരു കാര്യം അറിയിക്കുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ജൂൺ 2nd വീക്ക് തന്നെ നമുക്ക് എക്സാമിന്റെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളെ എന്തായാലും നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി റിസൾട്ട് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇനി എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ കോളേജ് അഡ്മിഷന്റെ കാര്യങ്ങൾ, ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോഴേ അതിനെക്കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട. എന്തായാലും 10ാം ക്ലാസ് ആയാലും +2 ആണെങ്കിലും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അതല്ല, നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ, ഇപ്പൊ 10ാം ക്ലാസ് +2 ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ 10ാം ക്ലാസ്സിന്റെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ +2 പാസ്സായതിനു ശേഷം അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമുള്ള കോഴ്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും NIS സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്